പരിചയപ്പെടുത്തുന്നത് മോഫ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പലർക്കും അറിയില്ല എന്താണ് മോഫ എന്നുള്ളത്. മോഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്യുമെൻ്റ്, എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് വാലിഡ് ആവണം, കുവൈറ്റിൽ വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആളാണെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം കുവൈറ്റിലുള്ള മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയറിൽ പോയിട്ട് സ്റ്റാമ്പ് ഇട്ടാലാണ് കുവൈറ്റിൽ ആ ഡോക്യുമെൻ്റ് വാലിഡ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ സർവീസസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കൗൺസിലർ സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. പ്രസൻ്റ്ലി 10 സെൻറ്റേഴ്സ് ഉണ്ടെങ്കിലും ഈ സെൻറ്റേഴ്സിലൊക്കെയാണ് നമുക്ക് ആ സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയർ ഓഫർ ത്രൂ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൗൺസിലർ അഫെയർ ആൻഡ് ഇറ്റ്സ് 6 ബ്രാഞ്ചസ്, മെയിൻലി ദ ലിബറേഷൻ ടവർ, ജാബർ അൽ അലി, സബഹാൻ, കുവൈറ്റ് എയർപോർട്ട്, സിദി, ജഹറ. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് സർവീസസ്. അപ്പോൾ എന്തൊക്കെ സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സെർച്ച് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, മോഫയെ കുറിച്ച് കൃത്യമായിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ തന്നെ മാത്രമല്ല ഈ ഓരോ സെൻറ്റേഴ്സിലും ടൈമിങ് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. യൂഷ്വലി എല്ലാ സെൻറ്റേഴ്സിലും 8 to 1 o'clock വരെ, സൺഡേ ടു തേഴ്സ്ഡേ ആയിരിക്കും കേട്ടോ. മാത്രമല്ല നമ്മളിപ്പോൾ മോഫയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കുവൈറ്റിലെ ഒരു ഡോക്യുമെൻ്റ് വേറൊരു രാജ്യത്ത് വാലിഡ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം കുവൈറ്റിലുള്ള മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയറിൽ കൊണ്ടുപോയിട്ട് അത് സ്റ്റാമ്പ് ഇട്ടാൽ മാത്രമാണ് മറ്റൊരു രാജ്യത്ത് നമ്മൾ കുവൈറ്റിൽ ചെയ്ത ഡോക്യുമെൻറ്റിന് വില ഉണ്ടായിരിക്കത്തുള്ളൂ.